ഓഗസ്റ്റ് 8 വെള്ളിയാഴ്ച. മത്തായി 16 24 മുതൽ 28 വരെ വാക്യങ്ങൾ. സുവിശേഷങ്ങളിൽ യേശു പലപ്പോഴും വിരോധാഭാസത്തിൻ്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പാരഡോക്സ്. അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണങ്ങളിലൊന്ന് ഇന്നത്തെ സുവിശേഷ വായനയിൽ കാണാം. യേശു പറയുന്നു, സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഏവനും അത് നഷ്ടപ്പെടുത്തും, എന്നാൽ ഞാൻ നിമിത്തം തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഏവനും അത് കണ്ടെത്തും. നാം നമ്മെ തന്നെ മാത്രം അന്വേഷിച്ചാൽ നമുക്ക് നമ്മെ തന്നെ നഷ്ടപ്പെടും എന്നർത്ഥം. അതേസമയം ദൈവത്തിലേക്കും അവൻ്റെ പുത്രനായ യേശുവിലേക്കും നമ്മൾ തിരിയുമ്പോൾ നമുക്ക് നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം കണ്ടെത്താനാകും. കൊടുക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ യേശു തൻ്റെ പഠിപ്പിക്കലിൻ്റെ ഈ അടിസ്ഥാന വിരോധാഭാസം മറ്റൊരു വിധത്തിൽ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നമുക്ക് ലഭിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലൂടെയാണ്. നമ്മുടെ സ്വന്തം ജീവിതാനുഭവം ഈ വിരോധാഭാസത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യം നമ്മെ പഠിപ്പിക്കുന്നു. മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ സന്നിഹിതനായിരിക്കുന്ന കർത്താവിനെ നോക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ സന്തോഷം, അവിടുത്തെ ആ സമാധാനം അനുഭവപ്പെടുന്നത്. അത് സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഒരു മുൻ ആസ്വാദനമാണ്. ഇന്നത്തെ സുവിശേഷം ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ കാതലായ വശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. സ്വയം പരിത്യാഗം, കുരിശ് ഏറ്റെടുക്കുക, യേശുവിനെ അനുഗമിക്കുക. ശിഷ്യത്വം എന്നത് സ്വയം ത്യജിക്കാനുള്ള സന്നദ്ധതയാണ്. വ്യക്തിപരമായ ആഗ്രഹങ്ങൾക്കും ആശ്വാസത്തിനും മുകളിൽ യേശുവിനും അവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിനും നൽകുന്ന മുൻഗണനയാണത്. കുരിശ് എടുക്കൽ എന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിലൂടെ വരുന്ന വെല്ലുവിളികൾ, പ്രയാസങ്ങൾ, ത്യാഗങ്ങൾ എന്നിവ സ്വീകരിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അവ എന്തു തന്നെയായാലും കഷ്ടപ്പാടുകൾ അന്വേഷിച്ചു പോകുന്നതിലല്ല, മറിച്ച് വിശ്വാസ ജീവിതത്തിൽ വരുന്ന പ്രയാസകരമായ കാര്യങ്ങൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചാണത്. വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും ഇന്നത്തെ സുവിശേഷ ഭാഗം പരാമർശിക്കുന്നു. അവിടെ വ്യക്തികൾക്ക് അവരുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കുകയോ അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ ചെയ്യാം. യേശുവിനെ അനുഗമിക്കുന്നതിൽ വിലയേറിയ ഒരു പ്രതിബദ്ധത ഉൾപ്പെടുന്നു. ഇത് ഒരു നിഷ്ക്രിയ സ്വീകാര്യതയല്ല, മറിച്ച് അവനെ അനുഗമിക്കാനും അവൻ്റെ അധികാരത്തിന് കീഴടങ്ങാനും അവനെ മുൻഗണനയാക്കാനുമുള്ള ഒരു സജീവ തീരുമാനമാണ്. ചുരുക്കത്തിൽ, വിശ്വാസികൾ അവരുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ മൂല്യം പരിഗണിക്കാനും ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന് ബോധപൂർവമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്താനും ഇന്നത്തെ സുവിശേഷം നമ്മെ വെല്ലുവിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഗണ്യമായ വ്യക്തിപരമായ ത്യാഗവും ഭൗമിക നേട്ടത്തേക്കാൾ നിത്യമായ മുൻഗണനകളുടെ പുനഃക്രമീകരണവും ആവശ്യമായി വരുമ്പോൾ ബോധപൂർവമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ നമ്മെ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും
നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.